ജീവിച്ചിരിക്കുന്ന കാലം ധീരമായി ജീവിക്കണം. ഭീരുവിനെ പോലെ ജീവിക്കരുത്. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയണം. ഇതായിരുന്നു കോട്ടയം ശാന്ത എന്ന നടിയുടെ ജീവിത വീക്ഷണം. 60കളിലും 70കളിലും മലയാള സിനിമയിൽ സജീവമായിരുന്നു കോട്ടയം ശാന്ത. നല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു അവർ. പൊൻകുന്നം വർക്കിയുടെ നാടകവേദിയിലൂടെയാണ് കോട്ടയം ശാന്ത അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. തുടർന്ന് 2000-ഓളം സിനിമകളിൽ അഭിനയിച്ചു. 2000-ഓളം സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ശ്രദ്ധേയമായ വേഷം അവർക്ക് ലഭിച്ചില്ല. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണ് കോട്ടയം ശാന്ത കൂടുതൽ തിളങ്ങിയത്. സീമയും ലക്ഷ്മിയും നമ്മോട് സംസാരിച്ചത് കോട്ടയം ശാന്തയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. സീമയും ലക്ഷ്മിയും മാത്രമല്ല, നിരവധി അന്യഭാഷാ നടികൾ നമ്മോട് സംസാരിച്ചത് കോട്ടയം ശാന്തയുടെ ശബ്ദത്തിലൂടെയായിരുന്നു. കോട്ടയം ശാന്തയുടെ ആത്മകഥയാണ് അവരെ വേറിട്ട കാഴ്ചയാക്കി മാറ്റിയത്. പകൽമാന്യന്മാരെ വലിച്ചു കീറി കോട്ടയം ശാന്ത. സിനിമയിലെ അണിയറ രഹസ്യങ്ങൾ, സിനിമയ്ക്ക് പിന്നിലെ ലൈംഗിക അരാജകത്വങ്ങൾ ഒക്കെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞു കോട്ടയം ശാന്ത. അങ്ങനെ പറഞ്ഞപ്പോൾ അവർക്ക് എതിർപ്പുണ്ടായി. അമ്മയിൽ നിന്നും അവർക്ക് ശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വന്നത്. സിനിമാ മംഗളത്തിലാണ് അവരുടെ ആത്മകഥ പ്രസിദ്ധീകരിച്ചത്. അമ്മ ആത്മകഥ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പോയി പരണത്ത് പറയാനാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കൈനീട്ടം അവർക്ക് ലഭിച്ചില്ല. കോട്ടയം ശാന്ത ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്ത വ്യക്തികളിൽ ഒരാൾ അടൂർ ബാസിയായിരുന്നു. അടൂർ ബാസി വിവാഹം കഴിക്കാത്തത് അയാൾ ഷണ്ടനായതുകൊണ്ടാണ് എന്നാണ് കോട്ടയം ശാന്ത പറഞ്ഞത്. മാത്രമല്ല, അടൂർ ബാസി ലൈംഗിക വൈകൃതത്തിന് അടിമയായിരുന്നുവെന്നും കോട്ടയം ശാന്ത പറഞ്ഞു. അടൂർ ബാസിയും ശ്രീലത നമ്പൂതിരിയും തമ്മിൽ, ഇപ്പോൾ ശ്രീലത നമ്പൂതിരി, അന്ന് ശ്രീലതയും തമ്മിൽ പല വിധത്തിലുള്ള ലൈംഗിക പേക്കൂത്തുകൾ നടത്തുന്നതിന് താൻ സാക്ഷിയാണെന്ന് അവർ പറഞ്ഞു. തിക്കുറിശ്ശിയാണ് മലയാള സിനിമയുടെ കാരണവരായി ഇന്നും അറിയപ്പെടുന്ന തിക്കുറിശ്ശിയാണ് കോട്ടയം ശാന്ത തിക്കുറിശ്ശിയാണ് കോട്ടയം ശാന്തയുടെ ആക്രമണത്തിന് വിധേയനായ മറ്റൊരാൾ. തിക്കുറിശ്ശിയുടെ ശൃംഗാരം അസഹനീയമാണെന്ന് അവർ പറഞ്ഞു. നടി ഉണ്ണിമേരി സിനിമയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് 14 വയസ്സായിരുന്നു. ഉണ്ണിമേരി ഹോർമോൺ ചികിത്സ നടത്തിയത് അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. ഉണ്ണിമേരിക്ക് ഹോർമോൺ ചികിത്സയുടെ ആവശ്യമില്ലെന്നും തൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ണിമേരി സ്വാഭാവികമായി വണ്ണം വയ്ക്കുമായിരുന്നുവെന്നും തിക്കുറിശ്ശി പറഞ്ഞത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അന്ന് താൻ തിക്കുറിശ്ശിയെ വെറുത്തതായി ശാന്ത പറയുന്നു. നടൻ രതീഷിൻ്റെ സ്വഭാവ വൈകൃതങ്ങളും ശാന്ത വിമർശിച്ചു ആത്മകഥയിലൂടെ. രതീഷ് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകേണ്ട നടനായിരുന്നു. മദ്യപാനവും സ്ത്രീ സേവയും രതീഷിനെ തകർത്തു. സൂപ്പർ സ്റ്റാറായിരുന്ന സമയത്ത് ഡേറ്റുകൾ നിരന്തരം തെറ്റിച്ചു രതീഷ്. തൻ്റെ കൂടെ നായികയായി അഭിനയിക്കുന്ന പുതുമുഖ നടികൾ തൻ്റെ കിടക്കയിൽ വരണമെന്ന് രതീഷിന് നിർബന്ധമുണ്ടായിരുന്നുവെന്ന് കോട്ടയം ശാന്ത എഴുതി. ഇങ്ങനെ പലരുടെയും മുഖം മൂടി അവരുടെ ആത്മകഥയിലൂടെ അഴിഞ്ഞു വീണു. ആത്മകഥ പ്രസിദ്ധീകരിച്ച സിനിമാമംഗളം വാരിക 1,00,000 കോപ്പി അടിച്ചു. കോട്ടയം ശാന്തയ്ക്ക് അതിൽ നിന്ന് കിട്ടിയ പ്രതിഫലം തുച്ഛമായിരുന്നു. അവിവാഹിതയായിരുന്നു അവർക്ക് ചുഴലിയുടെ അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ചു അവർ. ഒറ്റയ്ക്കുള്ള ജീവിതമാണ് അവർ നയിച്ചത്. ഒറ്റയ്ക്കുള്ള ജീവിതം നയിച്ചതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടേണ്ട കാര്യം അവർക്ക് ഇല്ലായിരുന്നു. ആരുടെ മുമ്പിലും തലതാഴ്ത്തേണ്ട കാര്യം അവർക്ക് ഇല്ലായിരുന്നു. എല്ലാവരുടെ മുമ്പിലും നെഞ്ചു വിരിച്ചു നിന്നു, അല്ലെങ്കിൽ തല ഉയർത്തി നിന്നു കോട്ടയം ശാന്ത.
കോട്ടയം ശാന്ത അന്തരിച്ചത് 2007 ഏപ്രിൽ 27-നാണ്. വലിയ വാർത്തകളൊന്നും അവരുടെ മരണത്തെ തുടർന്ന് പത്രത്തിൽ വന്നില്ല. സിനിമാ രംഗത്തെ പ്രമുഖർ അനുശോചിച്ചതും ഇല്ല. ചുരുക്കത്തിൽ ആരുമറിയാതെ കോട്ടയം ശാന്ത അങ്ങ് പോയി. പക്ഷേ അവരുടെ ആത്മകഥ ഉയർത്തിയ അലയൊലികൾ ഒരു കാലത്തെ വായനക്കാരുടെ മനസ്സിൽ ഉണ്ടാകും.